ഹലോ. ഇന്നത്തെ നമ്മുടെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് 10ാം ക്ലാസ്സിലെ മീര മീര കെ പദ് പദ് എന്ന് പറയുന്ന ചാപ്റ്ററിന്റെ വേർഡ് ബൈ വേർഡ് എക്സ്പ്ലനേഷൻ ആണ്. ഓക്കെ. മീര അല്ലെങ്കിൽ അസ്ലി നാം എന്ന് പറയുന്നത് മീരാബായി എന്നാണ്. ഓക്കെ. മീരാബായി എഴുതിയ പദ് എന്ന് പറയുന്ന ചാപ്റ്ററാണ് നമ്മൾ ഇന്ന് പഠിക്കാനായിട്ട് പോകുന്നത്. ഈ ഒരു പദ് രണ്ട് സെപ്പറേറ്റ് പാർട്സ് ആയിട്ടാണ് ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. ഓക്കെ. അപ്പോ മൊത്തത്തില് ഒരു പാർട്ട് ഉണ്ട്, വേറൊരു പാർട്ട് ഉണ്ട്. അതെല്ലാം നമ്മൾ ഇന്ന് പഠിക്കും വേർഡ് ബൈ വേർഡ് ആയിട്ട്. ഇനി എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഈ ഒരു വീഡിയോ ഞാൻ ഒരു പ്രത്യേക ആൾക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്തിരിക്കുന്നതാണ്. ഞാനിങ്ങനെ കുറെ നാളായല്ലോ ഈ ഒരു ചാനൽ നിർത്തിയിട്ട്. അപ്പോ ഇന്നലെ ഒരു പുള്ളിക്കാരൻ പേര് പറയണമെന്ന് ഞാൻ ആദ്യം വിചാരിച്ചത്. പിന്നെ എനിക്ക് മനസ്സിലായി പേര് പറഞ്ഞാലും വലിയ ഗുണമൊന്നുമില്ല. കാരണം പുള്ളിക്കാരന്റെ ഭയങ്കര റെയർ നെയിം ആയതുകൊണ്ട് ആർക്കും ആ പേര് കാണില്ല. അഭിനന്ദൻ എന്നാണ് പുള്ളിക്കാരന്റെ പേര്. അപ്പോ ഈ അഭിനന്ദ് എനിക്ക് മെസ്സേജ് അയച്ചിട്ട് പറഞ്ഞു, മീര ഇത് എന്താ ചാനൽ നിർത്തിയോ, റീസ്റ്റാർട്ട് ചെയ്യുന്നില്ലേ? അങ്ങനെയാണെങ്കിൽ മീര ബായിയുടെ പദ് ഒന്ന് ചെയ്യുമോ, കാരണം ഞാൻ ക്ലാസ്സിൽ ശ്രദ്ധിച്ചില്ല. ഓക്കെ. അപ്പൊ എസ്പെഷ്യലി അഭിനന്ദന് വേണ്ടിയിട്ടാണ് ഈ ഒരു ചാപ്റ്റർ. ഓക്കെ. അപ്പോ നോക്ക്, ആദ്യത്തേത് ഹരി. ഹരി എന്ന് പറഞ്ഞാൽ നിനക്കറിയാം, ഹരി നിങ്ങളുടെ ക്ലാസ്സിലെ ഹരി അല്ല. ഈ പേര് പറഞ്ഞിട്ട് ഹരി എന്ന് പേരുള്ള ആൾക്കാർക്കൊക്കെ നല്ല കളിയാക്കൽ കിട്ടിയിട്ടുണ്ടായിരിക്കും അല്ലെ. ഹരി എന്ന് പറഞ്ഞാൽ എന്താണ്? ശ്രീകൃഷ്ണൻ എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. മീരാബായിനെ കുറിച്ച് നിങ്ങൾക്ക് അറിയാലേ. ഒരു തികഞ്ഞ ശ്രീകൃഷ്ണ ഭക്തയായിരുന്നു പുള്ളിക്കാരി. 13ാമത്തെ വയസ്സിൽ കല്യാണം കഴിഞ്ഞ്, അതിനുശേഷം കുറച്ച് വർഷങ്ങൾ കഴിഞ്ഞപ്പോഴത്തേക്ക് ഭർത്താവ് മരിച്ചുപോയി. അങ്ങനെ അതിൽ നിന്ന് ലൗകിക സുഖങ്ങളെല്ലാം വെടിഞ്ഞ് ആദ്യം ഒരു ക്ഷേത്രത്തില് എന്താണ് പ്രാർത്ഥിക്കാനൊക്കെ പോയി. അങ്ങനെ അവസാനം എന്താണ് ഒരു വലിയ കൃഷ്ണഭക്തിയായിട്ട് മാറി. അതിനുശേഷം വൃന്ദാവനത്തിലേക്കൊക്കെ പോയി. അങ്ങനത്തെ ഒരു വലിയൊരു സ്റ്റോറി തന്നെയുണ്ട്, നമ്മുടെ കവി പരിചയനകത്തുണ്ട്. നമുക്ക് അത് പഠിക്കാം കേട്ടോ. അപ്പൊ എന്താണ് ഹരി? ഹരി എന്ന് പറഞ്ഞാൽ ഇവിടെ ശ്രീകൃഷ്ണനെയാണ് ഉദ്ദേശിക്കുന്നത്. ഹരി ആപ് ഹരോ ജൻ റീ ഭീർ. ആപ് എന്ന് പറഞ്ഞാൽ എന്താണ്? താങ്കൾ, അങ്ങ്, അങ്ങനത്തെ ഒരു അർത്ഥമാണ്. ഹരോ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ദൂർ കരോ, ദൂരീകരിക്കൂ അല്ലെങ്കിൽ അകറ്റൂ, അങ്ങനത്തെ ഒരു അർത്ഥമാണ് ഹരി എന്ന് പറയുന്ന, ഹരോ എന്ന് പറയുന്ന വാക്കിനെ വരുന്നത്. ജൻ എന്ന് പറയുമ്പോൾ നോർമൽ നമ്മുടെ. ഓക്കെ. ഇവിടെ ഞാൻ എഴുതിയിട്ടുണ്ട് കുറച്ച് വേർഡ്സിന്റെ ഒക്കെ അർത്ഥം, ഞാൻ ഇവിടെ തന്നെ എഴുതിയിട്ടുണ്ട്. അത് എന്തിനാന്ന് വെച്ചാൽ എല്ലാം എനിക്ക് ഇങ്ങനെ എഴുതാൻ ചെറിയ ബുദ്ധിമുട്ടുണ്ട്. അപ്പൊ എന്താണ്, നിങ്ങൾക്ക് നോക്കി എഴുതാനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ. അപ്പൊ ഹരി ശ്രീകൃഷ്ണ, അതുപോലെ ജൻ എന്ന് പറഞ്ഞാല് ജനങ്ങൾ എന്നൊരർത്ഥം വരാം, അല്ലെങ്കിൽ ഭക്ത് എന്നൊരർത്ഥം വരാം, സേവകർ. ഓക്കെ. ജനങ്ങൾ, സേവകർ, ഭക്തന്മാർ. രീ എന്ന് പറയുന്നത്. ഓക്കെ. മീരാബായി എഴുതിയിരിക്കുന്ന ഈ ഒരു ഓക്കെ, രീ എന്ന് പറയുന്ന, ഞാൻ അത് പറഞ്ഞുതരാം കുറച്ച് കഴിഞ്ഞിട്ട്. ഈ ഒരു ഇതിന്റെ ലൈനിന്റെ അർത്ഥം പറഞ്ഞിട്ട്. രീ എന്ന് പറഞ്ഞാൽ കീ എന്നാണ് അർത്ഥം. ഓക്കെ. ഇവിടെ കീ എന്നാണ് അർത്ഥം. ഈ ഒരു കവിതയിൽ എവിടെ രീ വന്നാലും അവിടെ കീ എന്നുള്ള രീതിയിൽ നോക്കിയാൽ മതി. ആൻഡ് ഭീർ എന്ന് പറഞ്ഞാല് ദുഃഖ്, ദർദ്, വേദനകൾ, വിഷമങ്ങൾ, പീഡ. പീഡ എന്നൊക്കെ പറയാം. ഓക്കെ. പീഡ എന്നൊക്കെ പറഞ്ഞാൽ എന്താണ്? ആ ഒരു വേദന, കഷ്ടപ്പാട്. ഓക്കെ. അപ്പൊ ഹരി ആപ് ഹരോ, അല്ലയോ ശ്രീകൃഷ്ണ, അങ്ങ് അകറ്റു. എന്തിനെ അകറ്റാനാണ്? ജൻ റീ ഭീർ, ജനങ്ങളുടെ, ഭക്തരുടെ, സേവകരുടെ എന്താണ്? പീഡ, ദുഃഖങ്ങൾ, ദർദ് ഇതെല്ലാം. ഓക്കെ ആണോ? ആ ഫസ്റ്റ് ലൈൻ ഓക്കെ ആണോ? ഇപ്പൊ ഞാൻ എന്താ പറയാൻ വന്നതെന്ന് വെച്ചാൽ, നമ്മുടെ മീരാബായി എഴുതിയിരിക്കുന്നത്, കവിത എഴുതിയിരിക്കുന്നത്, പദം എഴുതിയിരിക്കുന്നത് 3 ഭാഷയിലാണ്. പുള്ളിക്കാരി ബ്രിജ് ഭാഷ, രാജസ്ഥാനി ഭാഷ, ഗുജറാത്തി, ഇത് മൂന്നും കൂടെ കമ്പൈൻ ചെയ്തിട്ടാണ് ഇത് എഴുതിയിട്ടുള്ളത്. അപ്പൊ നിങ്ങൾക്ക് ഇപ്പൊ മനസ്സിലായി കാണും എന്തുകൊണ്ടാണ് വായിച്ചാലും വായിച്ചാലും ഇതിന്റെ അർത്ഥം മനസ്സിലാവാത്തതാണ് അല്ലെ. വായിച്ചാലും വായിച്ചാലും ഇതിന്റെ അർത്ഥം മനസ്സിലാവില്ല, കാരണം ഇത് കറക്റ്റ് ഹിന്ദി അല്ലേ. അപ്പൊ അതുകൊണ്ട് തന്നെ മീരാബായിയെ നമ്മളൊരു ഹിന്ദി കവിയത്രിയായിട്ടും അതുപോലെ തന്നെ ഒരു ഗുജറാത്തി കവിയത്രിയായിട്ടും കണക്കാക്കാറുണ്ട്. ഓക്കെ. അതുകൊണ്ടാണ് വാക്കുകൾ ഇത്രയും പാടായിട്ട് വരുന്നത്. പഴയ ഹിന്ദിയാണ്, ബ്രിജ് ഭാഷ എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ടുള്ള ഒരു ഹിന്ദിയാണ്. ബ്രിജ് ഭാഷ, രാജസ്ഥാനി ആൻഡ് ഗുജറാത്തി. ഓക്കെ. അപ്പൊ ഹരി ആപ് ഹരോ ജൻരി ഭീർ, അങ്ങയോ അല്ലയോ ശ്രീകൃഷ്ണ, ജനങ്ങളുടെ എല്ലാം ദുഃഖങ്ങളും വേദനകളും എല്ലാം അങ്ങ് അകറ്റു. അടുത്താണ് ദ്രൗപതി. ദ്രൗപതി എന്ന് വെച്ചാൽ ആരാണ്? നമ്മുടെ ദ്രൗപതി, പാഞ്ചാലി. ഓക്കെ. ദ്രൗപതി രീ ലാജ് റാഖി ആപ് ബഠായോ ചീർ. ദ്രൗപതി എന്ന് വെച്ചാൽ നമ്മുടെ പാഞ്ചാലി. രീ കി. ലാജ് എന്ന് പറഞ്ഞാല് ഇസ്സത്ത് എന്നാണ്. ഇസ്സത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? മാനം, അഭിമാനം, അങ്ങനത്തെ ഒരു നാണം എന്നൊക്കെ ഉള്ള ഒരു അർത്ഥമാണ് ലാജിന് വരുന്നത്. ആൻഡ് രാഖി. രാഖി എന്ന് പറഞ്ഞാൽ എന്താണ്? രക്ഷ,
രാഖി എന്ന് പറയാം, രക്ഷിച്ചു അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു അർത്ഥമാണ്. ഓക്കെ, രക്ഷിച്ചു എന്നൊരർത്ഥമാണ് രാഖി എന്ന് പറഞ്ഞാൽ ഇവിടെ. ആപ് അങ്ങ്, ബഠായോ, ബഠായോ എന്ന് വെച്ചാൽ ബഠാന, അതായത് വലുതാക്കി. ഓക്കെ, ആ കഥ നിങ്ങൾക്ക് അറിയാന്ന് വിചാരിക്കുന്നു, ഞാൻ ഇപ്പൊ പറഞ്ഞുതരാം. ആൻഡ് ചീർ എന്ന് പറഞ്ഞാൽ എന്താണ്? കപ്പട, വസ്ത്രം, കപ്പട, അല്ലെങ്കിൽ എന്താ, ഈ ഒരു പെർട്ടിക്കുലർ കേസിൽ സാഡി. സാഡി എന്ന് വെച്ചാൽ എന്താണ്? സാരി, സാരി, സാഡി. ഓക്കെ, അപ്പൊ ദ്രൗപദി ലാജ്, ദ്രൗപദിക്ക് ഇജ്ജത്ത് രക്ഷാക്കി, അതായത് ദ്രൗപദിയുടെ മാനം രക്ഷിച്ചു, അഭിമാനം സംരക്ഷിച്ചു. എങ്ങനെയായിരുന്നു? എങ്ങനെയാണ്? ആ ബഠായോ ചീർ, വസ്ത്രം വലുതാക്കിയിട്ട്. ഓക്കെ, ആ ഒരു വസ്ത്രം, സാരി വലുതാക്കിയിട്ട് എന്ത് ചെയ്തു? അങ്ങ് ദ്രൗപദിയുടെ മാനം രക്ഷിച്ചു. ആ ആ ഒരു പഴയ കൃഷ്ണൻ ചെയ്ത കാര്യങ്ങളെ കുറിച്ചാണ് മീരാബായി പറയുന്നത്. ഇപ്പൊ ഈ ഒരു പിക്ചർ നോക്കിയാൽ അറിയാം. ഈ കഥ നിങ്ങൾക്ക് അറിയാമെന്ന് വിചാരിക്കുന്നു. ഈ പുള്ളിക്കാരൻ, പേര് ഞാൻ പറയുന്നില്ല, ദൂ വെച്ചിട്ടുള്ള എന്തൊരു പേരാണ്, തെറ്റിപ്പോവും എനിക്ക്. അപ്പൊ ആ പുള്ളിക്കാരൻ ദ്രൗപദിയുടെ, പാഞ്ചാലിയുടെ എന്താണ്, വസ്ത്രാക്ഷേപം നടത്തുകയാണ് അപമാനിക്കാൻ വേണ്ടിയിട്ട്. ആ സമയത്ത് ശ്രീകൃഷ്ണൻ എന്ത് ചെയ്തു? ഈ പുള്ളിക്കാരി ദൈവത്തിന് പ്രാർത്ഥിച്ചപ്പോ ശ്രീകൃഷ്ണൻ വസ്ത്രം വലുതാക്കിക്കൊണ്ടേയിരുന്നു. എത്ര അഴിച്ചിട്ടും സാരി ഇങ്ങനെ വരുന്നില്ല. ഓക്കെ, അങ്ങനെ അവസാനം പുള്ളിക്കാരന്റെ കൈ മടുത്തു. എന്താണ് ഈ സാരി തീരാത്ത, അങ്ങനെ വിചാരിച്ചു. അപ്പോ ഇതാണ് ആ ഒരു കഥ. നമ്മൾ ഭാവാർത്ഥം എഴുതുന്ന സമയത്ത് കഥ ചെറുതായിട്ടൊന്ന് ബ്രീഫായിട്ട് ഒരു 1-2 ലൈനിൽ എന്താണ് സംഭവിച്ചതെന്ന് എഴുതുന്നത് നല്ലതായിരിക്കും. ഓക്കെ, അപ്പോ ഇതാണ് കഥ. അപ്പോ ദ്രൗപദിയുടെ മാനം രക്ഷിച്ചതിനെ കുറിച്ചാണ് ഇവിടെ മീരാബായി പറയുന്നത്. അടുത്ത വരിയാണ്, ഭഗത് കാരൻ രൂപ് നരഹരി ധരിയോ ആപ്സരിയോ. ഭഗത് എന്ന് പറഞ്ഞാൽ ഭക്ത് എന്നാണ് അർത്ഥം. ഓക്കെ, ഭക്ത് എന്നുള്ളതിനെയാണ് ഇവിടെ ഭഗത് എന്ന് എഴുതിയേക്കുന്നത്. ഭക്തൻ. കാരൻ എന്ന് വെച്ചാൽ കാരണം എന്നുള്ള അർത്ഥം തന്നെ. രൂപ് എന്ന് വെച്ചാൽ രൂപം എന്നുള്ള അർത്ഥം തന്നെ. നരഹരി എന്ന് പറഞ്ഞാൽ ഇവിടെ നരസിംഹ അവതാരനെയാണ് എന്താണ് ഉദ്ദേശിക്കുന്നത്. നരസിംഹ അവതാരം ഞാൻ പറഞ്ഞുതരാം അത്. ധരിയോ എന്ന് പറഞ്ഞാൽ ധാരൻ കിയ, ധരിച്ചു, അണിഞ്ഞു. ഓക്കെ, ഡ്രസ്സൊക്കെ നമ്മൾ ധരിച്ചു എന്ന് പറയില്ലേ, അതാണ് സംഭവം. ആപ് എന്ന് പറഞ്ഞാല് അങ്ങ്, താങ്കൾ. ശരീർ എന്ന് പറഞ്ഞാൽ എന്താണ്? ശരീർ, ശരീറിനെയാണ് ഇവിടെ ശരീർ എന്ന് എഴുതിയിരിക്കുന്നത്. അപ്പൊ ഭഗത് കാരൻ രൂപ് നരഹരി എന്ന് പറഞ്ഞാല് ഭക്തൻ കാരണം നരഹരി, അതായത് നരസിംഹ അവതാരത്തിന്റെ രൂപ്, ആപ് അങ്ങ്, ശരീരത്തിൽ, ധരിച്ചു, അണിഞ്ഞു. ഓക്കെ, ഭക്തൻ കാരണം അങ്ങ് നരസിംഹ അവതാരം എടുത്തു എന്നാണ് ഈ ഒരു ലൈനിന്റെ അർത്ഥം. അതായത് ഒരു ഭക്തയ്ക്ക് വേണ്ടിയിട്ടാണ് നേരത്തെ പുള്ളിക്കാരൻ വസ്ത്രം വലുതാക്കി കൊടുത്തത്, അവിടെ അവതരിച്ചു. ആൻഡ് ഇവിടെ ഒരു ഭക്തന് വേണ്ടിയിട്ടാണ്. ആ കഥ അറിയാന്ന് വിചാരിക്കുന്നു, പ്രഹ്ലാദന്റെ കഥ. ഇപ്പൊ അതിന്റെ ഒരു സിനിമ ഇറങ്ങുന്നുണ്ടല്ലോ, ഒരു അനിമേറ്റഡ്, ഹോംബാലെ ഫിലിംസിന്റെ. ഓക്കെ, നരസിംഹാവതാരത്തിന്റെ കഥ. അപ്പൊ പ്രഹ്ലാദനെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്, അത്ര വലിയ ഭക്തനായിരുന്ന പ്രഹ്ലാദനെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ ദൈവം എന്ത് ചെയ്തത്? ആ ഒരു നരസിംഹ രൂപം എടുത്തത്. ഓക്കെ, അതിനെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, ഒരു ഭക്തന്മാരെ രക്ഷിച്ച കാര്യവും ഭക്തന്മാർക്ക് വേണ്ടി അവതരിച്ച കാര്യമാണ് പറയുന്നത്. അപ്പൊ മീരാബായി എന്തിലേക്കാണ് എത്തിപ്പെടുന്നത് നമുക്ക് ഇവിടുന്ന് ഊഹിക്കാൻ പറ്റും. ബൂഡ്തോ എന്ന് വെച്ചാൽ എന്താണ്? ഡൂബത്തെ ഹുവേ എന്നാണ്. ഓക്കെ, മുങ്ങിക്കൊണ്ടിരിക്കുന്നു. ശരി, ഇത് കണ്ടല്ലോ. ബൂഡ്തോ എന്ന് വെച്ചെന്നാണ് മുങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഡൂബത്തെ ഹുവേ. ഗജരാജ് ആരാണ്? ഗജങ്ങളിലെ രാജൻ ആരാണ്? ഏരാവത് അല്ലെ? ഹാഥിയോ കെ രാജ ഏരാവത്, അതായത് നമ്മുടെ ഐരാവതം. ഹാഥിയോ കെ രാജ, ഹാഥിയോ കാ രാജ ഐരാവതാണ് ഇവിടെ ഗജരാജിനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഐരാവതം, മുങ്ങിക്കൊണ്ടിരിക്കുന്ന ഐരാവതത്തിൽ. ഓക്കെ, എന്തോ ഒരു കഥ വരുന്നു അല്ലെ. രാഖ്യോ എന്ന് വെച്ചാല് രക്ഷാക്കി, രക്ഷിച്ചു, രക്ഷ ചെയ്തു എന്നുള്ളൊരർത്ഥമാണ്. കാട്ടി, കുഞ്ചർ, പീർ. കാട്ടി എന്ന് പറഞ്ഞാൽ ഇവിടെ മാറണമെന്ന് എഴുതിയിട്ടുണ്ട്, ഞാൻ പറഞ്ഞുതരാം എന്താണ് അർത്ഥം വരിക എന്ന്. ആക്ച്വലി കാട്ടി എന്ന് വെച്ചാൽ മുറിച്ചു എന്നുള്ളൊരു അർത്ഥമുണ്ട്, അതുപോലെ കൊന്നു അങ്ങനത്തെ ഒരു അർത്ഥമുണ്ട്. കുഞ്ചർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഹാത്തി, ആന എന്നാണ്. ഓക്കെ, കുഞ്ചർ എന്ന് പറയുന്നത് ആന എന്നാണ് അർത്ഥം. പീർ എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ ഭീർ കണ്ടില്ലേ, ഭീർ, അതുപോലെ പീർ എന്ന് പറയുന്ന ഒരു അർത്ഥവും കൂടെ ഉണ്ട്. ഓക്കെ, പീർ എന്ന് പറഞ്ഞാലും അതിന്റെ അർത്ഥം എന്താണ്? പീഡ, ദുഃഖം, ദർദം, വേദന. ഓക്കെ, അപ്പൊ എന്താണ്? ബൂഡ്തോ ഗജരാജരാഖ്യോ, മുങ്ങിക്കൊണ്ടിരുന്ന, ഡൂബ്തെ ഹുയെ ഗജരാജനെ, ഐരാവതത്തിനെ രക്ഷിച്ചു, രക്ഷ ചെയ്തു. എങ്ങനെയായിരുന്നു രക്ഷ ചെയ്തു. അങ്ങനെ ആ ഒരു കുഞ്ചറിന്റെ, ആ ഒരു ഹാത്തിയുടെ, ആ ഒരു ആനയുടെ
എന്താണ്? പീർ, പീഡ, വേദനയെ എന്ത് ചെയ്തു? കാട്ടിയും കളഞ്ഞു, അല്ലെങ്കിൽ കൊന്നു കളഞ്ഞു. മാർന, കൊന്നു കളഞ്ഞു. ഓക്കെ, ക്ലിയർ ആയോ? അപ്പോ ഇതേപോലെ അതും ഒരു കഥയാണ്. ആദ്യം ദ്രൗപദിയുടെ കഥ, പിന്നെ പ്രഹ്ലാദനെ രക്ഷിക്കാൻ വേണ്ടി നരസിംഹ അവതാരം എടുത്ത കഥ. അതുപോലെ അവിടെ നമ്മൾ എക്സ്ട്രാ ഒരു ഭാവാർത്ഥം എഴുതുമ്പോൾ പ്രഹ്ലാദൻ എഴുതേണ്ടി വരത്തില്ലേ? അതുപോലെ ഇവിടെയും നമ്മൾ ഒരാളെ കുറിച്ച് എഴുതേണ്ടി വരും. മഗർ മച്ച്. മഗർ മച്ച് എന്ന് വെച്ചാൽ എന്താണ് അർത്ഥം? മുതലയാണ്. ഓക്കെ, മഗർ മച്ച് എന്ന് വെച്ചാൽ എന്താണ്? ഇവിടെ ഗായാണ് ഞാൻ എഴുതിയേക്കുന്നത്. ഞാൻ മൗസ് വെച്ചിട്ട് എഴുതുന്നത്, അതുകൊണ്ട് എനിക്ക് കറക്റ്റ് എഴുതാൻ പറ്റുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ ഓൾറെഡി താഴെ അർത്ഥങ്ങൾ കൊടുത്തിട്ടുള്ളത്. മഗർ മച്ച്. ഓക്കെ. അപ്പൊ മുങ്ങിക്കൊണ്ടിരുന്ന ഗജരാജനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തു? ആ, അതൊരു കഥയാണ്. ഐരാവതത്തിന് മുങ്ങിക്കൊണ്ടിരുന്ന സമയത്ത്, അതായത് മുതല കടിച്ചു, മകർമച്ച് കടിച്ചു, എന്നിട്ട് മുങ്ങിക്കൊണ്ടിരുന്ന സമയത്ത് വിഷ്ണുദേവനെ പ്രാർത്ഥിച്ചപ്പോ മറ്റേ ചക്രമായിട്ട് വന്നിട്ട്, ചക്രം ആയിട്ട്, എനിക്ക് ഓർമ്മയില്ല കറക്റ്റ്, ചക്രമായിട്ട് വന്നിട്ട് ആ മുതലെ കൊന്ന് രക്ഷിച്ചു. അങ്ങനത്തെ ഒരു കഥയുണ്ട്. ആ കഥയാണ് ഇവിടെ പറയുന്നത്. മുങ്ങിക്കൊണ്ടിരുന്ന ആ ഒരു ഭക്തനായിട്ടുള്ള ഐരാവതത്തിനെ, ഗജരാജനെ രക്ഷിക്കാൻ വേണ്ടി എന്താണ് വന്നു. അങ്ങനെ ആ ഒരു വേദന, കുഞ്ചറിന്റെ ആ ഒരു ആനയുടെ വേദനകളെല്ലാം കൊന്നു കളഞ്ഞു, നശിപ്പിച്ചു കളഞ്ഞു. അങ്ങനത്തെ ഒരാളാണ് അങ്ങ്. അതാണ് നമ്മുടെ മീരാബായി ഇവിടെ പറയുന്നത്. ഇനി ദാസി മീര ലാൽ ഗിരിധർ ഹരോം ഹാരി ഭീർ. ദാസി, ദാസി സെയിം അർത്ഥം തന്നെ. മീര എന്ന് വെച്ചാൽ ഈ മീര തന്നെ. ലാൽ ഗിരിധർ എന്ന് പറഞ്ഞാൽ ഇവിടെ കൃഷ്ണനെ കുറിച്ച് പറയാണ്. ഓക്കെ, കൃഷ്ണനെ കുറിച്ച് പറയാണ്. കൃഷ്ണനെ കുറിച്ച് എന്താ പറയുന്നത്? വേറൊരു പേരാണ് ഗിരിധർ. അറിയാലോ ആ കഥ, ആ കയ്യില് മല എടുത്തു പൊക്കിയ കഥ. അപ്പൊ അതാണ് ലാൽ ഗിരിധർ എന്ന് കൃഷ്ണനെ അഭിസംബോധന ചെയ്യാണ്, വിളിക്കുകയാണ്. കൃഷ്ണനെ ഒരുപാട് പേരിൽ ഈ ഒരു കവിതയിൽ വിളിക്കുന്നുണ്ട്. ശ്യാം എന്ന് വിളിക്കുന്നുണ്ട്, ലാൽ ഗിരിധർ എന്ന് വിളിക്കുന്നുണ്ട്, അതുപോലെ സവാരിയ എന്ന് വിളിക്കുന്നുണ്ട്, ഗോവിന്ദ് എന്ന് വിളിക്കുന്നുണ്ട്, പീതാംബർ എന്ന് വിളിക്കുന്നുണ്ട്. അങ്ങനെ. ഓക്കെ. അപ്പൊ ദാസി മീര ലാൽ ഗിരിധർ ഹരോ. ഹരോ നമ്മൾ നേരത്തെ കണ്ടു, ദൂർ കരോ, അകറ്റു. മാരി, മാരി എന്ന് പറഞ്ഞാല് ഹമാരി എന്നാണ് അർത്ഥം വരിക. മേരി എന്നും ഈ ഒരു കേസിൽ വേണമെങ്കിൽ നമുക്ക് ഹമാരി എന്നുള്ളത് മേരി, എന്റെ അല്ലെങ്കിൽ ഞങ്ങളുടെ, രണ്ട് രീതിയിൽ നമുക്ക് കാണാം ഇവിടെ. ബീർ എന്ന് വെച്ചാൽ നമ്മൾ ആദ്യമേ കണ്ടു, എന്താണ്? പീഡ, ദുഃഖം അകറ്റുക. അപ്പൊ ഇത്രയും പേരുടെ ദുഃഖങ്ങൾ അകറ്റി അല്ലെ? അപ്പൊ ഈ ദാസി മീരയും വിളിക്കുകയാണ്, അല്ലയോ ഗിരിധർ, ഗിരിധറെ, എന്റെ എന്താണ്, എന്റെ ദുഃഖവും കൂടെ അകറ്റു. എന്താണ് ദുഃഖം എന്ന് നമുക്ക് കാണാം. അപ്പൊ എന്റെ ദുഃഖവും കൂടെ അകറ്റി തരൂ. ഇതാണ് നമ്മളെ മീര, മീരാബായി. ലാൽ ഗിരിധർ ഇവിടെ ശ്രീകൃഷ്ണനാണ്. മാരി എന്ന് വെച്ചാൽ ഹമാരിയാണ്. ഓക്കെ. ഇനി ഇത് നമ്മുടെ ഫസ്റ്റ് പാർട്ട് കഴിഞ്ഞു. ഈ ഒരു ഫസ്റ്റ് പാർട്ടില് കുറച്ച് സംഭവങ്ങൾ വരുന്നുണ്ട്. ഒരു ആ ഒരു കവിത തന്നിട്ട് നമ്മളോട് അതിനെക്കുറിച്ച് എഴുതാൻ പറഞ്ഞാല് നമുക്ക് എക്സ്ട്രാ ആഡ് ചെയ്യാൻ പറ്റിയ രണ്ട് പോയിന്റ് ഞാൻ പറഞ്ഞുതരാം. ഒന്ന്, ഗേയാത്മക് ശൈലി. ഗേയാത്മക് ശൈലി. ഗേയാത്മക്, എഴുതുന്നത് ക്ലിയർ ആവത്തില്ലേ? ശൈലി, ഗയാത്മക് ശൈലി എന്ന് എഴുതുക. എന്താന്ന് വെച്ചാൽ റൈമിങ് വേർഡ്സ് വരുന്നുണ്ട് ഇതിൽ ഒരുപാട്. അതായത് ഭീർ, ചീർ, നോക്ക്, സരീർ, പീർ, ഭീർ, കണ്ടോ? ഭയങ്കര റൈമിങ് ആയിട്ടാണ് എഴുതിയിരിക്കുന്നത്. അതുപോലെ ഇവിടെ കാട്ടി കുഞ്ചർ എന്ന് പറഞ്ഞുണ്ടോ? കാട്ടി കുഞ്ചർ. കാട്ടി കുഞ്ചർ എന്ന് പറഞ്ഞാൽ നമ്മൾ അലിട്രേഷൻ പഠിച്ചിട്ടുണ്ടല്ലോ ഇംഗ്ലീഷിൽ. ആദ്യത്തെ അക്ഷരങ്ങൾ രണ്ടും സിമിലർ ആയിട്ട് വരിക, അടുത്തടുത്ത് വരുന്ന വാക്കിൽ ആദ്യത്തെ രണ്ട് അക്ഷരങ്ങൾ സിമിലർ ആയിട്ട് വരിക, അതാണ് അലിട്രേഷൻ. അതുപോലെ ഇവിടെ ഹിന്ദിയിൽ കാട്ടി കുഞ്ചർ രണ്ടും കാ കാ എന്ന് വന്നു. ഓക്കെ, അതിനെ നമ്മൾ എന്താ വിളിക്കുന്നത്? അതിന് നമ്മൾ അനുപ്രാസ് അലങ്കാർ എന്നാണ് വിളിക്കുക. അനുപ്രാസ് അലങ്കാർ. മറ്റേത് ഗയാത്മക് ശൈലി, ഇതിനെ അനുപ്രാസ് അലങ്കാർ എന്ന് വിളിക്കും. ആ രണ്ട് വാക്കുകൾ എക്സ്ട്രാ ഒന്ന് ആഡ് ചെയ്താൽ ഈ ഒരു കവിതയിൽ നിന്നാണ് വരുന്നതെങ്കിൽ അത്, ഇത് രണ്ടും എല്ലാ ഇതിലും മൂന്ന് പാരഗ്രാഫ് നമ്മൾ പഠിച്ചാൽ ആ മൂന്ന് പാരഗ്രാഫിലും ഈ അനുപ്രാസ് അലങ്കാരം വരുന്നുണ്ട്. അതിന്റെ എക്സാമ്പിൾസ് ഞാൻ പറഞ്ഞുതരാം. അതുപോലെ ഗയാത്മക് ശൈലി, റൈമിംഗ് വേർഡ്സും വരുന്നുണ്ട്. അത് നമുക്ക് പഠിക്കാം. ഓക്കെ. ഇനി നമ്മൾ സെക്കൻഡ് പാർട്ടിലേക്ക് പോവാം. മീര, മീര കെ പാൽ. അപ്പൊ അതിനു മുമ്പ് ഇതൊക്കെ കണ്ട് ഇഷ്ടപ്പെട്ട് ഇതുവരെ എത്തിയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്തിട്ടില്ലെങ്കിൽ ലൈക്ക് ചെയ്യുക. ക്ലാസ്സിലെ ഫ്രണ്ട്സ് മനസ്സിലാവുന്നില്ല എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന പിള്ളേർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ ബെൽ ഐക്കൺ അമർത്തിയാൽ പുതിയ ചാപ്റ്റേഴ്സ് ഞാൻ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടും. ഇനി ഏതെങ്കിലും ചാപ്റ്റർ നിങ്ങൾക്ക് വേണം ഇതല്ലാതെ, അങ്ങനെയാണെങ്കിൽ പ്ലീസ് കമന്റ് ചെയ്യുക. അതുപോലെ തന്നെ ഇൻസ്റ്റ, മറ്റേ കുട്ടി എന്റെ ബയോ ഒന്ന് തപ്പിയെടുത്ത പോലെ വേണമെങ്കിൽ മെസ്സേജ് അയക്കുക. അപ്പൊ ആ ചാപ്റ്റർ ഞാൻ ചെയ്തു തരാം. ഓക്കെ. ഇനി ശ്യാം മാനെ ചാക്കർ രാഘോജി.
ശ്യാം ഞാൻ പറഞ്ഞില്ലേ, ശ്യാം. നമ്മൾ ശ്യാം എന്ന് കൃഷ്ണനെ വിളിക്കാറില്ലേ? ശ്യാം എന്തുകൊണ്ടാണ് വിളിക്കുന്നത്? ആ ഒരു കളർ ശ്യാം എന്ന് പറയുന്നത് ബ്ലാക്ക് കളറാണ്. ഓക്കെ. അപ്പൊ ശ്യാം. മാനെ, മാനെ എന്ന് വെച്ചാൽ എന്താണ്? മുझे, എന്നെ, മുझे. ചാക്കർ, ചാക്കർ എന്ന് വെച്ചാൽ എന്താണ്? നോക്കർ, വേലക്ക. ലൈക്ക് ആ ഒരു വാക്ക് ഞാൻ പറയുന്നില്ല, പക്ഷെ ചാക്കർ എന്ന് വെച്ചാൽ നോക്കർ എന്നാണ്. എന്താണ്? നോക്കരി എന്ന് വെച്ചാൽ എന്താണ്? ജോലി ചെയ്യുക. അപ്പൊ അങ്ങനത്തെ ഒരു വാക്കല്ല, സോറി സോറി. ദാസി അല്ലെങ്കിൽ സേവിക, അങ്ങനത്തെ ഒരു അർത്ഥമാണ്. ആക്ച്വലി അങ്ങനത്തെ ഒരു വാക്ക് പറയും. നോർമലി നമ്മൾ എങ്ങനെ നോക്കർന്ന് പഠിക്കുമ്പോൾ അങ്ങനെ പഠിച്ചു പോയി. അപ്പൊ ഒരു വാക്ക് പറയരുതെന്ന് ഞാൻ വിചാരിച്ചു, പക്ഷെ ഓട്ടോമാറ്റിക്കലി അത് വന്നു. പക്ഷെ ചാക്കർ എന്ന് വെച്ചാൽ എന്താണ്? നോക്കർ, സേവിക, ജോലി ചെയ്യുന്ന, അല്ലെങ്കിൽ എന്താണ് ആ ഒരാൾക്ക് വേണ്ടി എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കും. അതാണ് നോക്കർ എന്ന് പറയുന്നത്. ഇനി രാഘോജി, രഖ്ലീജി എന്ന് പറയും. ഓക്കെ. എന്താണ്? ശ്യാം അല്ലയോ, ശ്യാമ. എന്നെ, മുझे, എന്നെ എന്ത് ചെയ്യാ? ചാക്കർ, നോക്കർ, എന്താ സേവികയായിട്ട് വെക്കുക പ്ലീസ്. അങ്ങനത്തെ ഒരു സാധനമാണ് ഇവിടെ പറയുന്നത്. ആദ്യത്തെ ഇതില് ഫുള്ള് ഓരോ ആൾക്കാരെ കൃഷ്ണൻ സഹായിച്ചതിനെ കുറിച്ചാണ് ആര് പറയുന്നത്? മീരാബായി പറയുന്നത്. രണ്ടാമത്തെ പതില് ഇപ്പൊ ആദ്യത്തെ ഒരു പാരഗ്രാഫ് നമ്മൾ പഠിക്കുന്ന കുറച്ച് പാരഗ്രാഫില് എന്താണ്? ദാസിയായിട്ട് വെക്കൂ, അങ്ങനത്തെ ഒരു ഇതിനെ കുറിച്ചിട്ടാണ് മീരാബായി പറയുന്നത്. ഓക്കെ, ആദ്യം അങ്ങനെ പറഞ്ഞു. ഇനി ഗിരിധാരി ലാല. ഗിരിധാരി ലാല എന്ന് വെച്ചാൽ ഇവിടെ ആരാണ്? ശ്രീകൃഷ്ണൻ തന്നെയാണ്. ഓക്കെ. മാനെ, മുझे, ചാക്കർ, നോക്കർ, രാഘോജി, രഖ്ലീജി, സെയിം സെന്റൻസ് തന്നെ. ജസ്റ്റ് ശ്യാം എന്ന് വിളിക്കുന്നതിന് പകരം ഗിരിധാരി ലാല എന്ന് വിളിച്ചു എന്നുള്ളൂ. ഇത് മറ്റൊരു പേരാണ് കൃഷ്ണന്റെ. ഗിരിധാരി ലാല, പ്ലീസ് എന്നെ നിന്റെ ദാസിയായിട്ട് വെക്കൂ. ഇനി എന്താ വരിക? चाकर रहस्यु बाग लगास्यु नित उठ दर्शन पास्यु बिंद्रावन री कुंज गली में ഗോവിന്ദ് ലീല ഗാസ്യു. ഓക്കെ. ഈ ഇത് നോക്ക്, ഇവിടെ രാഘോജി, രാഘോജി ഇത് വേണമെങ്കിൽ അനുപ്രാസ് അലങ്കാരായിട്ട് നമുക്ക് കണക്കാക്കാം. അതുപോലെ ഇവിടെ പാസ്യു, ഗാസ്യു, അതും എന്താണ്? അനുപ്രാസ് അലങ്കാരായിട്ട് കണക്കാക്കാം. ഇനി നോക്ക്, ചാക്കർ എന്ന് വെച്ചാൽ നോക്കർ, ദാസി, സേവിക. രഹസ്യവും, ഇവിടെ രഹസ്യവിന്റെ അർത്ഥം രഹൂങ്കി എന്നാണ്. ഓക്കെ. ദാസിയായിട്ട് ഞാൻ നിന്നോളാം, രഹൂങ്കി. ഓക്കെ. ബാഗ്, ബാഗ് എന്ന് വെച്ചാൽ എന്താണ്? പൂന്തോട്ടം. ലഗാസ്യു, ലഗാസ്യു എന്ന് പറയുമ്പോൾ എന്താണ്? ലഗാവുങ്കി, പൂന്തോട്ടം ഞാൻ നിർമ്മിച്ചോളാം, പൂന്തോട്ടം അങ്ങേക്ക് വേണ്ടി ഞാൻ ഉണ്ടാക്കിക്കോളാം. അപ്പൊ ആ ഇയും സ്യൂവും വരുന്നിടത്ത് ഞാൻ ജസ്റ്റ് ഊങ്കി ഊങ്കി ചേർത്ത് കണ്ട. രഹൂങ്കി, ബാഗ്, ലഗാവുങ്കി. മനസ്സിലായോ? നിത്ത്, നിത്ത് എന്ന് പറഞ്ഞാൽ നിത്യം എന്ന് പറയുന്ന വാക്കിന്റെ ബന്ധപ്പെട്ട് വരും. അതായത് പ്രതിദിൻ, എല്ലാ ദിവസവും, ഹമേഷ അല്ലെങ്കിൽ കണ്ടോ, പ്രതിദിൻ, ഡെയിലി. ഉഠ്, ഉണർന്ന്. ദർശൻ, ദർശൻ എന്ന് പറയുന്നത് ദർശൻ ആണ്. ഈ നേരത്തെ ശരീരിന് പകരം ശരീരം എഴുതിയില്ല, അതുപോലെ ദർശൻ, ദർശൻ. പാസ്യു, പാവുങ്കി അല്ലെങ്കിൽ പാന. എന്താണ്? നോക്കറായിട്ട് ഞാൻ നിന്നോളാം, ദാസിയായിട്ട് ഞാൻ നിൽക്കാം, എന്നിട്ട് അങ്ങയ്ക്ക് വേണ്ടി പൂന്തോട്ടങ്ങൾ ഞാൻ നിർമ്മിക്കാം. നിത്ത് ഉഠ്, പ്രതിദിനം ഉണർന്ന് അങ്ങേ ഞാൻ ദർശിക്കാം, അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് കൊണ്ട് എനിക്ക് അങ്ങേ ദർശിക്കാനുള്ള ഒരു അവസരം കിട്ടും. അങ്ങനത്തെ സാധനമാണ് പറയുന്നത്. ചാക്ക രഹസ്യം, ബാഗ് ലഗാസ്യു, നിത്ത് ഉഠ് ദർശൻ പാസ്യു. ബിന്ദ്രാവൻ രീ കുഞ്ചുകലീന്. ബിന്ദ്രാവൻ എന്ന് പറഞ്ഞാൽ ഇവിടെ എന്താണ്? വൃന്ദാവനം അല്ലെ? വൃന്ദാവൻ എന്ന് പറയുന്ന ഒരു അർത്ഥമാണ്. വൃന്ദാവൻ രീ, ബിന്ദാവൻ രീ, രീ കീ ആണ്. ബിന്ദ്രാവൻ കീ, അതായത് വൃന്ദാവൻ കീ, വൃന്ദാവനത്തിലെ. കുഞ്ച് ഗലീമേ. കുഞ്ച് എന്ന് വെച്ചാൽ എന്താണ്? കുഞ്ചിന് കുറെ അർത്ഥമുണ്ട്. ഓക്കെ. ആക്ച്വലി നമ്മൾ ഗൂഗിളിലൊക്കെ നോക്കുകയാണെങ്കിലും പല പല സ്ഥലത്ത് നോക്കുകയാണെങ്കിൽ ഓരോരോ അർത്ഥം കാണിക്കും. ആ ഇവിടെ തൽക്കാലം ഞാൻ എന്താണ് പറയുന്നത്? ഹരിയാലി സെ ഭർപൂർ അല്ലെങ്കിൽ ഹരിയാലി, അതായത് പച്ചപ്പ് നിറഞ്ഞ, ശാന്തമായിട്ടുള്ള, സുന്ദരമായിട്ടുള്ള. ഓക്കെ. അങ്ങനത്തെ. അല്ലാതെ വൃന്ദാവനത്തിനെ കുറിച്ച് മോശമായിട്ട് നമ്മൾ പറയോ? ഇല്ല. കുഞ്ച് എന്ന് പറയുമ്പോൾ ഇടുങ്ങിയ എന്നർത്ഥമുണ്ട്. ഓക്കെ. അങ്ങനെ. പക്ഷെ മെയിൻ ആയിട്ട് വൃന്ദാവനത്തിനെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ എന്താണ്? ഹരിയാലി, ശാന്തമായിട്ടുള്ള, സുന്ദരമായിട്ടുള്ള. ഗലി, ഗലി എന്ന് വെച്ചാൽ എന്താണ്? നമ്മൾ നോർത്ത് ഇന്ത്യയിലാണ് താമസിക്കുന്നെങ്കിൽ നമ്മൾ ഡെയിലി ഡെയിലി ഉപയോഗിക്കുന്ന ഒരു വാക്കായിരിക്കും ഗലി. ഗലി എന്ന് വെച്ചാൽ തെരുവുകൾ, സ്ട്രീറ്റുകൾ അല്ലെങ്കിൽ വഴികൾ. ഓക്കെ. നമ്മൾ താമസിക്കുന്ന ഏത് ഗലിയില അങ്ങനെയൊക്കെ ചോദിക്കും, ഏത് സ്ട്രീറ്റിലാണ് താമസിക്കുന്നത്. ഓക്കെ.
അപ്പോ വൃന്ദാവൻ രി ഗുഞ്ച് ഗലീമേ, ഗലിയിൽ ഗോവിന്ദ്, ഗോവിന്ദ് കൃഷ്ണന്റെ മറ്റൊരു പേര് കണ്ടോ, ശ്യാം, ഗിരിധാരി ലാല, ഇപ്പൊ ഗോവിന്ദ്. ഇനി വരുന്നുണ്ട്, പീതാംബർ വരുന്നുണ്ട്, നല്ല രസമാണ്. ആൻഡ് ലീല, ലീല എന്ന് വെച്ചാൽ എന്താ, ലീല, കൃഷ്ണ ലീല എന്ന് നമ്മൾ പറയും, രാസ് ലീല എന്ന് പറയും. എന്താണ് ലീല? വിഭിന്ന കാര്യങ്ങളാണ്. ഓക്കെ, ചെയ്തിട്ടുള്ള, ഈ കൃഷ്ണൻ ചെയ്തിട്ടുള്ള പല പല കാര്യങ്ങൾ, കൃഷ്ണനെ കുറിച്ചുള്ള കാര്യങ്ങൾ, ഒരുപാട് കാര്യങ്ങൾ. ഗാസ്യൂ, ഗാവുങ്കി, പാടും. ഓക്കെ, ഇതിന്റെ അർത്ഥം എന്താണ്? ആദ്യത്തെ വരിയുടെ അർത്ഥം, ആ, ഒരു സേവികയായിട്ട്, നോക്കറായിട്ട് ഞാൻ നിന്നാൽ പൂന്തോട്ടങ്ങളെല്ലാം ഉണ്ടാക്കി ദിവസവും എഴുന്നേറ്റ് അങ്ങേ ദർശനം ചെയ്തോളാം. ഇനി ഇവിടെ എന്നിട്ട് എന്ത് ചെയ്യും? വൃന്ദാവനത്തിലെ, വൃന്ദാവൻ കി കുഞ്ച് ഗലിമേ, പച്ചപ്പ് നിറഞ്ഞ ശാന്തമായ ഗലികളിലൂടെ, സ്ട്രീറ്റുകളിലൂടെ, ഗോവിന്ദ് ലീല, ഗോവിന്ദന്റെ ലീലകൾ, കൃഷ്ണന്റെ ലീലകൾ ഞാൻ ഗാവുങ്കി, പാടി നടന്നോളാം. അവിടെ എല്ലാം ഓടി നടന്ന് ഞാൻ കൃഷ്ണന്റെ ലീലകൾ പാടി നിന്നെ സ്തുതിച്ചോളാം. അങ്ങനത്തെ ഒരു സാധനമാണ്, എന്നെ ദാസിയായിട്ട് വെച്ചാൽ. ഓക്കെ, അപ്പൊ കൃഷ്ണനോടുള്ള അത്രയ്ക്ക് ഭക്തിയാണ് മീരാബായി ഇവിടെ പറയുന്നത്. ആൻഡ് ഇവിടെ നമ്മൾ വരുന്നതാണ് ചാക്രി മേ ദർശൻ പാസ്യൂ, സുമരൻ പാസ്യൂ ഖർച്ചി. ചാക്രി എന്ന് വെച്ചാൽ നോക്കരി, നോക്കരിയില് ദർശൻ, അതായത് ദർശൻ, പാസ്യൂ പാവുങ്കി. ഒന്നാമത്തെ കാര്യം, ഇത് ഞാൻ മൂന്ന് കാര്യങ്ങളായിട്ടാണ് പറയുന്നത്. ഇത് ഒന്നാമത്തെ കാര്യം, ചാക്രി മേ ദർശൻ പാസ്യൂ, അതായത് നോക്കരിയിൽ എന്താണ്, ദർശനം എനിക്ക് കിട്ടും. ഞാനൊരു ദാസിയായിട്ട് നിന്നാൽ ഒന്നാമത്തെ കാര്യം, എനിക്ക് ദർശനം കിട്ടും, അങ്ങയുടെ ദർശനം കിട്ടും. രണ്ടാമത്തെ കാര്യം, സുമരൻ പാസ്യു ഖർച്ചി. സുമരൻ എന്ന് വെച്ചാൽ സ്മരൺ, സ്മരൺ എന്ന് വെച്ചാൽ എന്താണ്, ഓർമ്മ, ചിന്ത, അല്ലെങ്കിൽ സ്മരണ. ഓക്കെ, അതാണ് സാധനം. പാസ്യു പാവുങ്കി, എനിക്ക് സ്മരിക്കാൻ പറ്റും. ഖർച്ചി എന്ന് വെച്ചാൽ ആക്ച്വലി ചെലവാക്കുക, അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു അർത്ഥമാണ്. ഖർച്ച ചെയ്യുക, ചെലവാക്കുക, പോക്കറ്റ് മണി, അങ്ങനത്തെ അർത്ഥം വരുന്നുണ്ട് ചില സമയത്ത്. ജേബ്, ജേബ് ഖർച്ച്, പോക്കറ്റ് മണി എന്ന് അർത്ഥം വരുന്നുണ്ട്. ചില സമയത്ത് നമുക്ക് വേണമെങ്കിൽ അതിന് ഇങ്ങനെയും ചിന്തിക്കാം, ഒരു കൈക്കൂലി എന്നുള്ള രീതിയിൽ ചിന്തിക്കാം. അതായത് ദാസിയായിട്ട് നിന്നാൽ എനിക്ക് കിട്ടുന്ന ഒന്നാമത്തെ ഗുണം ദർശനം കിട്ടും. രണ്ടാമത്തെ, എനിക്കൊരു കൈക്കൂലി പോലെ എനിക്ക് എന്നും അങ്ങയുടെ സ്മരണ, എപ്പോഴും അങ്ങേ തന്നെ സ്മരിക്കാനുള്ള അവസരം കിട്ടും എന്നാണ് രണ്ടാമത്തത്. മൂന്നാമത്തത്, ഭാവ് ഭഗതി ജാഗീരി പാസ്യു. ഭാവ്, ഭാവ് രൂപം അല്ലെങ്കിൽ ചിന്ത, ഭാവം, ഭാവന, അങ്ങനത്തെ ഒരു അർത്ഥമാണ്. ഭഗതി എന്ന് വെച്ചാൽ എന്താണ്, ഭഗത് ഭക്താണെങ്കിൽ, ഭഗതി എന്താണ്, ഭക്തിയാണ്, ഭക്തി. ജാഗീരി എന്ന് പറയുന്ന ടെക്സ്റ്റിൽ ജാഗീർ എന്ന് കൊടുത്തിട്ടുണ്ട്, സാമ്രാജ്യം എന്ന് കൊടുത്തിട്ടുണ്ട്. കുറച്ചുകൂടെ ആപ്റ്റ് ആയിട്ട് ഞാൻ പറയുകയാണെങ്കിൽ സമ്പത്തി എന്ന് പറയും. സമ്പത്തി, സമ്പത്ത്, സാമ്രാജ്യം. ഞാൻ എന്താണെന്ന് പറഞ്ഞുതരാം ഇപ്പൊ. പാസ്യു, സ്യു പാവുങ്കി. ഓക്കെ, ഭാവ് ഭഗതി ജാഗീരി പാസ്യു, ഭക്തിയുടെ ഭാവത്തിലുള്ള, ഭക്തിയുടെ രൂപത്തിലുള്ള ആ ഒരു സമ്പത്തി, സാമ്രാജ്യം. എനിക്ക് ശരിയായിട്ടുള്ള സാമ്രാജ്യം ഒന്നും വേണമെന്നില്ല, ശരിയായിട്ടുള്ള സമ്പത്ത് വേണമെന്നില്ല. ഭക്തിയുടെ രൂപത്തിലുള്ള ആ ഒരു സമ്പത്ത്, ആ ഭക്തി സാമ്രാജ്യം, അതെനിക്ക് കിട്ടും. ഓക്കെ, മൂന്ന് കാര്യങ്ങൾ. ഇത് ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആവാം ചിലപ്പോൾ. ചാക്രിമേ ദർശൻ പാസ്യു, ദർശനം കിട്ടും. രണ്ടാമത്തെ സുമരൻ, സ്മരണ കിട്ടും. മൂന്നാമത്തത് ഭാവ് ഭഗതി ജാഗീരി, ഭക്തിയാകുന്ന ആ ഒരു സമ്പത്ത്, സാമ്രാജ്യം എനിക്ക് കിട്ടും. തീനു, മൂന്ന്, ബാത്താം, ബാത്തേ, തീനോ ബാത്തേ സരസ്വി. ഓക്കെ, മൂന്ന് കാര്യങ്ങളും എന്താണ്, തീനോ മൂന്ന്, ബാത്തേ കാര്യങ്ങൾ, ഈ മൂന്ന് കാര്യങ്ങളും എനിക്ക് സരസി, സരസിന്ന് ഒന്നെങ്കിൽ ഇങ്ങനെ സരസ് എന്ന് കേട്ടിട്ടുണ്ടോ, എളുപ്പം, സിമ്പിൾ. അപ്പോ ഭയങ്കര എളുപ്പത്തിൽ എനിക്ക് ഈ മൂന്ന് കാര്യങ്ങളും, ദർശനം, സ്മരണ, അതുപോലെ സമ്പത്ത്, ഭക്തി കിട്ടും. അല്ലെങ്കിൽ അത് മൂന്നും എനിക്ക് പൂർണ്ണമായിട്ട് പ്രാപ്തമാക്കാൻ പറ്റും. അങ്ങനത്തെ ഒരു അർത്ഥമാണ് ഇവിടെ വരുന്നത്. അപ്പൊ നമ്മൾ ആ രണ്ടാമത്തെ ഒരു പോർഷനും കഴിഞ്ഞു. ഇപ്പൊ ഇവിടെ നോക്ക്, ഖർച്ചി, സരസി എന്താണ്, ഗയാത്മക് ശൈലിയാണ്, പാസ്യവും ഗാസ്യവും എല്ലാം. അതുപോലെ ഇവിടെ ഭാവ് ഭഗതി എന്ന് പറയുന്നത് എന്താണ്, ഒരു അനുപ്രാസ് അലങ്കാറാണ്. ഭാ വരുന്നുണ്ട് ആദ്യത്തെ അക്ഷരത്തിൽ. അതൊന്ന് ചിന്തിച്ചു നോക്കുക, ആ ഒരു വേർഡ്, അത് കേൾക്കുമ്പോൾ ഒരു സുഖം, ഭാവ് ഭഗതി. അതുപോലെ ഇനി ഒരു സാധനം വരാനുണ്ട്, മോഹൻ മുരളി എന്ന്, അതെ, മോഹൻ മുരളി എന്ന് പറഞ്ഞിട്ട്. അതൊരു നല്ല രസമാണ് കേൾക്കാൻ തന്നെ. അതിനാണ് അനുപ്രാസ് അലങ്കാർ എന്ന് പറയുക. ഓക്കെ, ഇനി നമ്മൾ ലാസ്റ്റ് പാർട്ടിലേക്ക് കടക്കുകയാണ്. ഇനി അങ്ങോട്ട് മീരാബായി ആ ഒരു ശൃംഗാര ഭാവത്തിലാണ്. ഓക്കെ, കൃഷ്ണന്റെ സൗന്ദര്യത്തിനെ വർണ്ണിച്ച് അങ്ങനത്തെ ഒരു രീതിയിലാണ് ഇനി അങ്ങോട്ട് മീരാബായി
ഓരോ കൃഷ്ണനെ വർണ്ണിക്കാനായിട്ട് പോകുന്നത്. ആദ്യം മോർ മുഗട്ട് പീതാംബർ സോഹേ ഗൽ വൈജന്തി മാല. മോർ എന്ന് വെച്ചാൽ എന്താണ്? മയിലാണെന്ന് നമുക്കറിയാം. മുഗട് എന്ന് വെച്ചാൽ എന്താണ്? മുക്കുടം, തലയിൽ അണിയുന്ന ഒരു സാധനം. മോർ മുഗട്ട് എന്ന് പറഞ്ഞാല് മോർക്കെ പങ്കോസെ, പങ്ക എന്ന് വെച്ചാൽ എന്താണ്? വിങ്സ്, ചിറക്. മോർക്കെ പങ്കോസെ, പീലി. ഓക്കെ, മോർക്കെ പങ്കോസെ ബനാഹുവ മുകുട്ട്, മയിൽപീലിയൊക്കെ വെച്ചിട്ട് ഉണ്ടാക്കിയിട്ടുള്ള ഒരു മുകുടം. ദേ ഇത് കാണുന്നുണ്ടോ? ഞാൻ ഒരു പിക്ചർ വെച്ചത് അതിനാണ് എക്സ്പ്ലെയിൻ ചെയ്ത് തരാൻ വേണ്ടിട്ട്. കൃഷ്ണന്റെ ആ ഒരു എന്ത് രസാ കാണാന് അല്ലെ. അപ്പൊ ആ ഒരു മോർ മുകുട്ട്, മയിൽപീലിയൊക്കെ വെച്ചിട്ടുള്ള ഒരു മുകുടം. പീതാംബർ സോഹേ, സോഹേ എന്ന് വെച്ചാൽ ശോഭിത് ഹോ രഹാ ഹെ, അതായത് ശോഭിക്കുകയാണ്, തിളങ്ങുകയാണ്. ഈ മോർ മുകിടൊക്കെ വെച്ചിട്ട് നമ്മളുടെ പീതാംബരൻ, അത് കൃഷ്ണന്റെ മറ്റൊരു പേരാണ്, അതിന്റെ അർത്ഥം ഞാൻ ഇപ്പൊ പറഞ്ഞുതരാം. പീതാംബരൻ ശോഭിക്കുകയാണ്. ശോഭിത് ഹോ രഹാ ഹെ, സോഹേ എന്ന് വെച്ചാൽ, സോഹേ എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? സുശോഭിത് ഹോ രഹാ ഹെ, അല്ലെങ്കിൽ ശോഭിത് ഹോ രഹാ ഹെ. പീതാംബർ, പീതാംബർ എന്ന് വെച്ചാൽ എന്താ? പീത് എന്ന് പറഞ്ഞാൽ പീല രംഗ്, മഞ്ഞ കളർ. അംബർ എന്ന് വെച്ചാൽ വസ്ത്രം. നമ്മൾ എന്തുകൊണ്ടാണ് പീതാംബരൻ എന്ന് വിളിക്കുന്നത്? മഞ്ഞ നിറത്തിലുള്ള വസ്ത്രം അണിയുന്നത് കൊണ്ടാണ് കൃഷ്ണൻ. ഓക്കെ, പീതാംബറിന്റെ അർത്ഥം അതാണ്. ഓക്കെ, അപ്പൊ മോർ മുഗട് പീതാംബർ സോഹേ, മയിൽപീലി വെച്ചിട്ടുള്ള മുക്കുടം ഒക്കെ അണിഞ്ഞിട്ട് നമ്മുടെ പീതാംബരനെ, നമ്മുടെ കൃഷ്ണനെ കാണാൻ എന്ത് രസാലേ. അത് വർണ്ണിക്കുകയാണ് ആര്? നമ്മുടെ മീരാബായി. ഗൽ വേജന്തി മാല. ഗൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ഗല, കഴുത്ത്. ഗളം എന്ന് നമ്മൾ മലയാളത്തിൽ പറയും. വേജന്തി, വേജന്തി എന്ന് വെച്ചാൽ ഒരു പൂവാണ്, കാട്ടിൽ കാണപ്പെടുന്ന ഒരു പൂവ്. വേജന്തി മാല എന്ന് വെച്ചാൽ ആ ഒരു പൂവ് വെച്ചിട്ടുണ്ടാക്കിയ മാല. ഓക്കെ, ഇത് നോക്ക്, ആ മാല കണ്ടോ? ഗൽ വേജന്തി മാല, വേജന്തി മാല, വൈജയന്തി മാല എന്നൊക്കെ നമ്മൾ മലയാളത്തിൽ പറയും. അപ്പൊ ആ ഒരു മാല വെച്ചിട്ടുണ്ടാക്കിയിട്ടുള്ള കൃഷ്ണന്റെ മാല കഴുത്തില്. ഇനി ബിന്ദ്രാവൻ, വൃന്ദാവനാണെന്ന് നമുക്കറിയാം. മേ വൃന്ദാവൻ, ബിന്ദ്രാവൻ മേ ധേനു ചരാവേ മോഹൻ മുരളി വാല. ധേനു എന്ന് പറഞ്ഞാല് ആരാണ്? കാമധേനു എന്നൊക്കെ കേട്ടിട്ടുണ്ടായിരിക്കും. ധേനു എന്ന് വെച്ചാല് ഗായ്, പശു. ഓക്കെ, പീതാംബർ, പീലെ വസ്ത്രം, മഞ്ഞ നിറത്തിലുള്ള ഡ്രസ്സ്. ചരാവേ എന്ന് വെച്ചാൽ എന്താണ്? മേയ്ക്കുക. മോഹൻ മുരളി വാല, മോഹൻ മുരളി എന്താണ്? അനുപ്രാസ്, അലങ്കാറാണ്. മോഹൻ എന്ന് വെച്ചാൽ മോഹിപ്പിക്കുന്ന ആ ഒരു മുരളി. മുരളി എന്താ? ഓടക്കുഴൽ. ഓടക്കുഴൽ വിളി കേട്ടോ, അതാണ്. ഇപ്പൊ എന്താ? മോഹൻ മുരളി വാല, മുരളി വാല. നമ്മൾ ദൂത് വാല എന്ന് എന്താ പറയാ? പാൽക്കാരനെയാ പറയാ. അല്ല ഇനി എന്താണ്? വേറെ ഓരോ വാല പറയും. എന്താണ്? സബ്ജി വാല, പച്ചക്കറിക്കാരൻ. അതുപോലെ മോഹൻ മുരളി വാല എന്ന് പറഞ്ഞാൽ ആ മോഹിപ്പിക്കുന്ന ആ ഒരു ഓടക്കുഴല് കയ്യിൽ കൊണ്ടു നടക്കുന്ന, അല്ലെങ്കിൽ ഓടക്കുഴല് വായിക്കുന്ന ആളെയാണ് നമ്മൾ മോഹൻ മുരളി വാല എന്ന് വിളിക്കുന്നത്. വൃന്ദാവനത്തില് പശുവിനെ മേയിച്ചുകൊണ്ട് നടക്കുന്ന നമ്മളുടെ മോഹൻ മുരളി വാല ആരാണ്? നമ്മുടെ കൃഷ്ണൻ. മോർ മുഗട്. ഓക്കെ, ഈ ഒരു കഴുത്തിൽ മാലയൊക്കെ അണിഞ്ഞ് മയിൽപീലിയുടെ മുകുടമൊക്കെ വെച്ച് സുന്ദരനായിട്ട് നിൽക്കുകയാണ്. സുന്ദരനായിട്ട് വൃന്ദാവനത്തില് പശുവിനെ മേയിക്കുന്ന നമ്മളുടെ മോഹനമായിട്ടുള്ള ആളാണ് ആര്? നമ്മുടെ കൃഷ്ണൻ എന്നാണ് വർണ്ണിക്കുകയാണ് ആര്? നമ്മുടെ മീരാബായി. നമ്മുടെ ലാസ്റ്റ് ഭാഗത്തിലേക്ക് നമ്മൾ ഇങ്ങനെ അടുത്തോണ്ടിരിക്കുക. എന്താണ് മീരാബായി പറയുന്നത്? എന്താണ് മീരാബായിയുടെ ആവശ്യം? ഊഞ്ച ഊഞ്ച മഹൽ ബനാവം ബിച്ച് ബിച്ച് രാഖു ബാരി. ഊഞ്ച, ഊഞ്ച എന്ന് വെച്ചാൽ എന്താണ്? ഹൈ ആയിട്ടുള്ള, ഭയങ്കര ആകാശം മുട്ടുന്ന, ഭയങ്കര നീളത്തിലുള്ള, ഹൈറ്റിലുള്ള. അങ്ങനെ ഊഞ്ച ഊഞ്ച മഹൽ ബനാവം. മഹൽ എന്ന് വെച്ചാൽ എന്താണ്? പാലസ്, കൊട്ടാരം, അല്ലെങ്കിൽ താമസിക്കുന്ന സ്ഥലം. ഓക്കെ, ബനാവം, ബനാവുങ്ക, ബനാവുങ്കി. എന്താണ്? ഉണ്ടാക്കാം. വലിയ വലിയ ഇതൊക്കെ ഞാൻ ഉണ്ടാക്കി തരാം. ബിച്ച് ബിച്ച് രാഖൂ ബാരി. അതിന്റെ ബിച്ച് ബിച്ച്, ബീച്ച് ബീച്ച് മേ, ഇടയിലിടയിലായിട്ട്. രാഖൂ വെക്കാം. എന്ത് വെക്കാന്ന്? ബാരി. ബാരിയുടെ അർത്ഥമാണ് ഫുൽവാരി എന്ന് പറയും, അല്ലെങ്കിൽ ബഗീച്ച എന്ന് പറയും. പൂന്തോട്ടം. ഓക്കെ, സാധാ ഒരു തോട്ടമല്ല, പൂന്തോട്ടം. ബഗീച്ച, ഫുൾവാരി, പൂക്കളെ നിറഞ്ഞിട്ടുള്ള തോട്ടം. അപ്പൊ നിങ്ങൾ എന്നെ ദാസിയായിട്ട് വെച്ചാല് അന്നേക്ക് ഞാൻ വലിയ വലിയ കൊട്ടാരങ്ങളുടെ ഇടയിൽ, അല്ലെങ്കിൽ കൊട്ടാരങ്ങളുടെ ഇടയിൽ ഊഞ്ച ഊഞ്ച മഹൽ ഉണ്ടാക്കാം വേണമെങ്കിൽ. അതിന്റെ ഇടയിലിടയിൽ ഞാൻ വലിയ ഫുൾവാരി, പൂന്തോട്ടങ്ങൾ ഉണ്ടാക്കാം. സാവരിയ, സാവരിയ. ഏതോ പാട്ടൊക്കെ കേട്ടിട്ടുണ്ടല്ലോ, സാവരിയ, ഹിന്ദിയിൽ അങ്ങനത്തെ പാട്ടുണ്ട്. സാവരിയായ കൃഷ്ണനെ തന്നെ വിളിക്കുന്ന മറ്റൊരു പേരാണ് സാവരിയ. സാവൻ, അതിന്റെ അർത്ഥം എന്താന്ന് വെച്ചാൽ, സാവരിയ എന്ന് പറയുന്നതിന്റെ അർത്ഥം ശ്രീകൃഷ്ണൻ തന്നെയാണ്. ജിനെ ഉൻകെ സാവലെ രംഗ് കെ കാരൻ
ഓക്കെ. കൃഷ്ണനെ സാവലെ രംഗക്കെ കാരണം, ആ ഒരു നിറത്തിന്റെ പേരിലാണ് സാവരിയ എന്ന് വിളിക്കുന്നത്. സാവരിയ റാ, റാ എന്ന് വെച്ചാല് ക. ദർശൻ പാസ്യൂ, ദർശൻ ചെയ്യാം. പാവുങ്കി ദർശൻ, ദർശനാന്ന് നമുക്കറിയാം. എങ്ങനെ ദർശനം ചെയ്യാം? ഇതെല്ലാം ചെയ്തിട്ട് എങ്ങനെ ദർശനം ചെയ്യാം? പഹർ കുസുംബി സാഡി. പഹർ എന്ന് വെച്ചാൽ എന്താണ്? പെഹൻകർ, അണിഞ്ഞുകൊണ്ട്, ധരിച്ചുകൊണ്ട്. കുസുംബി എന്ന് പറഞ്ഞ കുശുംബി എന്നല്ല അർത്ഥം. പിന്നെന്താണ്? റെഡ് കളർ. ഇത് നോക്ക്, ഇത് ഏത് കളറാ? ഇത് ഏത് കളറാ? റെഡ് കളർ. അപ്പൊ റെഡ് കളർ സാരി ഉടുത്തിട്ട്, സാഡി എന്ന് വെച്ചാൽ, സോറി പറയാൻ മറന്നുപോയി, സ്പോയിലർ ആക്കി. സാഡി എന്ന് വെച്ചാൽ സാരി എന്നാണ്. അപ്പൊ റെഡ് കളർ സാരിയൊക്കെ ഉടുത്ത് ഞാൻ എന്ത് ചെയ്യാം? കൃഷ്ണനെ ദർശിക്കാം. ഓക്കെ. റെഡ് കളർ എന്തിനെയൊക്കെ സൂചിപ്പിക്കുന്നു അല്ലെ? റെഡ്, അതൊക്കെ നമുക്ക് ഓക്കെ, ഞാൻ ലാസ്റ്റ് പറയാം. അപ്പോ സാവരിയ, കൃഷ്ണ, ലിയോ കൃഷ്ണ, ഭയങ്കര സ്നേഹത്തോടെ വിളിക്കുകയാണ്, ഞാൻ നിന്നെ റെഡ് കളർ സാരിയൊക്കെ എടുത്തിട്ട് വന്ന് ദർശിക്കാം. എവിടെ ദർശിക്കാം നമ്മൾ അടുത്ത ഇതിൽ കാണും. അപ്പൊ ആദ്യം വലിയ വലിയ മഹലൊക്കെ ഉണ്ടാക്കി അതിൽ പൂന്തോട്ടമൊക്കെ വെച്ചിട്ട് റെഡ് കളർ സാരി വെച്ച് ദർശിക്കാം. എപ്പൊ ദർശിക്കാം? ആധീരാത്. ആധാന്ന് വെച്ചാൽ പകുതി. ആധീരാത് എന്ന് വെച്ചാല് പാതിരാത്രി. പാതിരാത്രി ദർശിക്കാം. പ്രഭു ദർശൻ. ഓക്കെ. പ്രഭു ആരാണ്? മഹാനായ ശ്രീകൃഷ്ണൻ. ഇവിടെ ഈ ഒരു കേസിൽ ദർശൻ എന്ന് പറഞ്ഞാല് ദർശൻ, ദർശനം. ദീജിയോ. ദീജിയോ എന്ന് വെച്ചാൽ ദീജിയെ, പ്ലീസ് തരൂ. ജംനാജി. ജംനാജി എന്ന് വെച്ചാൽ യമുനാജി, യമുന നദിയെ കുറിച്ചിട്ടാണ് പറയുന്നത്. രേ, കെ. തീര എന്ന് വെച്ചാൽ എന്താണ്? കിനാര. കിനാര എന്ന് വെച്ചാൽ തീരം, തീരം. മലയാളത്തിൽ തീരം എന്ന് പറയും. ആധി രാത്ത് പ്രഭു ദർശൻ ദീജിയോ ജമുനാജിരെ തീരെ. യമുനാജിയുടെ തീരത്ത് ഞാൻ ഈ റെഡ് സാരി എടുത്ത് വന്ന് നിൽക്കുകയാണ്, അല്ലെ, നിക്കാം. പ്ലീസ് എനിക്ക് ദീജിയോ, ദീജിയെ, പ്ലീസ് ദേ ദീജിയെ, ദർശനം തരൂ. എന്ത് തരൂ? ദർശനം തരൂ പ്രഭു. എപ്പോഴാണ്? ആധിരാത്, പാതിരാത്രി ആണെങ്കിൽ പോലും ഞാൻ ചുവന്ന സാരി എടുത്ത് യമുന നദിയുടെ തീരത്ത് വന്ന് നിൽക്കാം. എനിക്കൊന്ന് ദർശനം തരൂ. ആർക്കൊക്കെ ദർശനം കൊടുത്തു? ദ്രൗപദിക്ക് കൊടുത്തു, പ്രഹ്ലാദന് കൊടുത്തു നരസിംഹാവതാരമായിട്ട്. അതുപോലെ ഐരാവതത്തിനെ രക്ഷിക്കാൻ വന്നു. എന്റെ ദുഃഖങ്ങൾ അറിഞ്ഞ് എനിക്കും കൂടെ ദർശനം തരൂ. എനിക്കിപ്പോ ആകെയുള്ളൊരു ദുഃഖം എന്താണ്? ആ ദുഃഖമാണ് ഇനി മീരാബായി അടുത്തായിട്ട് പറയാൻ പോകുന്നത്. മീര, മീര രാ പ്രഭു ഗിരിധർ നാഗർ ഹിവടോ ഘണോ അധീര. മീര എന്ന് വെച്ചെന്താണ്? മീര. രാന്ന് വെച്ചെന്താണ്? കാ. പ്രഭു എന്ന് വെച്ചാരാണ്? പ്രഭു നമ്മുടെ ശ്രീകൃഷ്ണനെയാണ് പറയുന്നത്. ഗിരിധർ നാഗർ. ഗിരിധർ നാഗർ എന്ന് വെച്ചാൽ ചതുർ. ചതുർ എനിക്ക് തോന്നുന്നു ക്ലവർ എന്നുള്ള അർത്ഥമാണ്. ഓക്കെ. ഗിരിധർ, അതും കൃഷ്ണനെ തുതിച്ചുകൊണ്ട് പറയുന്നത്. ഗിരിധർ നാഗർ. ഹിവടോ. ഹിവടോ എന്ന് വെച്ചാൽ ദൂർക്കരോ, അല്ലെങ്കിൽ സോറി, ഹിവടോ എന്ന് വെച്ചാല്, സോറി, ഹൃദയമേ, ഹൃദയത്തിൽ. ഘണോ. ഘണോ എന്ന് വെച്ചാൽ ബഹുത്, ബഹുത് അധികമായിട്ടുള്ള. ഓക്കെ. അധീര എന്ന് വെച്ചാൽ ധീരൻ. അധീരൻ അറിയോ? അധീര, ധൈര്യമില്ലാത്ത. അല്ലെങ്കിൽ ഇവിടെ ഒരു പെർട്ടിക്കുലർ കേസിൽ വ്യാകുൽ ഹോന എന്നാണ് അർത്ഥം. ഭയങ്കര വ്യാകുലത, ബേച്ചൈനി, നിസ്സഹായത, അങ്ങനത്തെ ഒരു അർത്ഥമാണ്. അപ്പോ മീര, മീരയുടെ ഒരു പ്രശ്നം എന്താണ്? മീരയുടെ ഹൃദയത്തിൽ, ഹൃദയമേ, ഹൃദയക്ക് അന്തർ, ഖണോ ബഹുത്, എന്താണ്? വ്യാകുലതയാണ്, ബേച്ചൈനിയാണ്, നിസ്സഹായതയാണ്. എന്തിനു വേണ്ടിയിട്ട്? താങ്കളെ കാണാൻ വേണ്ടിയിട്ട്, ദർശിക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ ദർശനം തരൂ. ഗിരിധർ എന്നൊക്കെ വിളിച്ചിട്ട് സോപ്പ് ഇടുകയാണ്. ഗിരിധർ നാഗർ എന്നൊക്കെ വിളിച്ചിട്ട് പ്രഭു. പാതിരാത്രിയില് കുസുംബി സാടി, റെഡ് സാരിയൊക്കെ കൊടുത്ത് ഞാൻ യമുന നദിയുടെ തീരത്ത് വന്ന് നിൽക്കാം. എനിക്കൊന്ന് ദർശനം തരൂ. എന്റെ ഹൃദയത്തില് ബഹുത് എന്താണ്? ബേച്ചൈനി, നിസ്സഹായതയും വിഷമങ്ങളുമാണ്. എനിക്കൊന്ന് ദർശനം തരൂ. ഓക്കെ. ഇതാണ് പറയുന്നത്. ഓക്കെ. അപ്പോ ഈ ഒരു ചാപ്റ്ററിന്റെ വേർഡ് ബൈ വേർഡ് എക്സ്പ്ലനേഷൻ ആയിരുന്നു ഇത്. ഇനി ഈ ഒരു ചാപ്റ്റർ കഴിഞ്ഞു. ഇതിന്റെ മറ്റേ സാധനം വേണമെങ്കിൽ, ഭാവാർത്ഥത്തിന്റെ എക്സ്പ്ലനേഷൻ വേണമെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യൂ. അതുപോലെ ഏതെങ്കിലും വേറെ ചാപ്റ്റർ വേണമെങ്കിലും എനിക്കൊന്ന് കമന്റ് ചെയ്യണം, അല്ലെങ്കിൽ എനിക്കൊന്ന് ടെക്സ്റ്റ് ചെയ്താലും മതി. അപ്പൊ ലൈക്ക് ചെയ്യാനും ഇതൊന്നും മറക്കരുത്, ഷെയർ ചെയ്യാൻ മറക്കരുത്. മനസ്സിലാവാത്ത കുട്ടികൾക്ക്, ഹിന്ദി മനസ്സിലാവാത്ത, അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യണം. ബെല്ലൈക്കൺ അമർത്തിയാൽ ബാക്കിയുള്ള ചാപ്റ്റർ ഇടുമ്പോൾ നിങ്ങൾക്ക് കാണാം. അപ്പൊ താങ്ക് യു. ഇത്രയും നേരം എന്നെ സഹിച്ചിട്ട് ഇവിടെ ഇരുന്നതിന് ഒരുപാട് നന്ദി. താങ്ക് യു.